ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ നിന്ന് വർഷ ഗിരീഷും ചേരുന്നുണ്ട്. വർഷ, 9ാം നാളാണ് പ്രതീക്ഷയ്ക്ക് ഒരു വക നൽകുന്ന ചില സൂചനകളും നിർണായക വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. വീട്ടുകാരും അതേ ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതേ അമ്പിളി, അവരിപ്പോഴും അർജുൻ സുരക്ഷിതനായിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് അർജുന്റെ സഹോദരി അവസാനമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൽ പൂർണ്ണ തൃപ്തരാണ്. ഇതുപോലുള്ള തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു ഫലം കാണുമെന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ ഒരു പ്രതികരണം ഫലവത്താവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് നമ്മൾ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇനി അത് പുറത്തേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് പോകാനുള്ളത്. എന്തായാലും കുടുംബത്തിന്റെ വിശ്വാസം ഇപ്പോൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസം തൃപ്തികരമാണെന്ന് സഹോദരി പറഞ്ഞ ശേഷം ഇന്ന് വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നത്. അർജുന്റെ വാഹനം കണ്ടുപിടിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളം ആകെ കാത്തിരുന്നൊരു വാർത്തയായിരുന്നു അത്. ഇനി തിരച്ചിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ട്രക്ക് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കുടുംബത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, 16-ാം തീയതി രാവിലെ 8:45 കൂടിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ശേഷം 16-ാം തീയതി ഈ കുടുംബം അർജുനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫോണിൽ കിട്ടുന്നില്ല. ഇതേ തുടർന്നാണ് കുടുംബത്തിന് സംശയം തോന്നുന്നത്. ശേഷം ഈ അർജുന്റെ സുഹൃത്തായിട്ടുള്ള സമീർ അർജുന്റെ വീട്ടിലേക്ക് വിളിച്ച് ഇതുപോലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷേ അർജുൻ മണ്ണിടിഞ്ഞ സ്ഥലം കടന്നിട്ടുണ്ടെങ്കിൽ എത്താൻ വൈകുമെന്നുള്ള കാര്യമാണ് സമീർ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ പിന്നീട് ഈ മാധ്യമങ്ങൾ വഴിയെല്ലാം കുടുംബം ഈ എത്രമാത്രം ആഘാതമുള്ളൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായതെന്നുള്ള കാര്യം തിരിച്ചറിയുന്നു. ശേഷമാണ് ഇവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും MK രാഘവൻ MP കാര്യം ധരിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നെ കർണാടക സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. കർണാടക പോലീസിന് പരാതി നൽകി. തുടർന്നാണ് 20-ാം തീയതി മുതൽ ഈ തിരച്ചിൽ ഊർജിതമായത്. അന്നു മുതൽ തന്നെ അർജുന്റെ കുടുംബം വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു. അർജുൻ സുരക്ഷിതനായി മണ്ണിനടിയിൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയാണ് കുടുംബം പലപ്പോഴും മുന്നോട്ട് വെച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കരയിൽ അർജുന്റെ വാഹനം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായത്. പിന്നീട് പുഴയിലേക്ക് തിരച്ചിൽ മാറുകയായിരുന്നു. അപ്പോഴും കുടുംബം പറഞ്ഞിരുന്നത് അർജുന്റെ അർജുനും വാഹനവും സുരക്ഷിതമായി ഉണ്ടായിരിക്കുന്ന നിലയിലാണ്. എന്നാൽ ആ ഒരു വിശ്വാസം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. വണ്ടി കണ്ടെത്തിയിരിക്കുന്നു, പക്ഷെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, അർജുന്റെ ഭാര്യയാണ് അവസാനമായി അർജുനോട് ഈ 15-ാം തീയതി ഫോണിൽ സംസാരിക്കുന്നത്. ശേഷം അർജുന്റെ ഭാര്യ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 16-ാം തീയതി കഴിഞ്ഞ് 18-ാം തീയതി ഈ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് അർജുന്റെ ഭാര്യ പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ വെള്ളത്തിനടിയിൽ വാഹനം എത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക വന്നിരുന്നു. കാരണം വെള്ളത്തിലാണെങ്കിൽ ഫോൺ ഒരിക്കലും റിങ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അത്തരമൊരു സാഹചര്യത്തിലായിരുന്നു പുഴയിലേക്ക് തിരച്ചിൽ പോകേണ്ട, കരയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എത്തിയത്. എന്നാൽ ഫോൺ എങ്ങനെയാണ് ബെല്ലടിഞ്ഞത് അല്ലെങ്കിൽ റിങ് ചെയ്തെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അർജുന്റെ ഭാര്യ ഇപ്പോഴും സ്ഥിരീകരിച്ച് പറയുന്നത് ഫോൺ മുഴുവനായി റിങ് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ കുടുംബത്തിന് ആ വാഹനം കിട്ടിയെന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ എന്തായിരിക്കും മുന്നോട്ടുള്ള അവസ്ഥ എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശങ്ക നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്ന് 9ാം നാളാണ്. പ്രതീക്ഷ 4-ാം നാൾ മുതൽ തന്നെ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്രതീക്ഷ അല്പം മങ്ങൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ വിശ്വാസം പൂർണ്ണമായി കൈവിടാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വാഹനം കിട്ടിയത് അവരെ സംബന്ധിച്ചൊരു ആശ്വാസം തന്നെയാണ്. ഇനി എന്തായിരിക്കും സാഹചര്യം എന്നുള്ളതാണ് വിലയിരുത്താനുള്ളത്. ഇനി രാത്രി 11 മണി വരെ രക്ഷാദൗത്യം മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അർജുന്റെ വാഹനം ഇന്ന് തന്നെ കിട്ടട്ടെ എന്ന ഒറ്റ പ്രാർത്ഥന തന്നെയാണ് കുടുംബത്തിന് എന്തായാലും നിലവിലുള്ളത്. ശരി, അർജുനായുള്ള തിരച്ചിലിലെ രക്ഷാദൗത്യത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അർജുന്റെ വീട്ടുകാരും വലിയ പ്രതീക്ഷയിലാണ്. വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.